ഹാപ്പി ന്യൂ ഇയർ. ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസിലെ സെക്കൻഡ് അസോസിയേഷനാണ്. ആദ്യമേ തന്നെ എനിക്ക് ഇതിൽ ആദ്യം താങ്ക്സ് പറയേണ്ടത് അനന്തപത്മനാഭൻ ചേട്ടനോടാണ്. KCF ഷൂട്ട് നടക്കുമ്പോൾ ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ അതിലെനിക്കൊരു വേഷം തരാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് നാച്ചുറലി പ്രവീൺ ചേട്ടനോട്ടും ദീപുവിലോട്ടും എത്തിച്ച് അവരത് അവരുടെ വലിയ മനസ്സ് ആ വേഷം തന്നത്. ദീപുമായിട്ടുള്ള രണ്ടാമത്തെ അസോസിയേഷൻ കട്ട് ഫീസ് കൂട്ടതിന് ശേഷം എനിക്ക് സൈക്കോ ബാലചന്ദ്രൻ തന്നു. പിന്നെ ശരണിച്ചേട്ടൻ, അശോകേട്ടൻ, നിഖില, എല്ലാവരും D4 ഇതിന് മുന്നേ സഹകരിച്ച നല്ല ഓർമ്മകൾ ഇവിടെയും ഞാൻ കൂടെ കൂട്ടുന്നു. പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നായിരിക്കും തീർച്ചയായിട്ടും. ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഈ ഒരു സപ്പോർട്ട്, ഇങ്ങനത്തെ ഒരു ഫൺ, എന്താ പറയുക, നമുക്കൊരു ദീപുവിൻ്റെ തിരക്കഥകൾ അല്ലെങ്കിൽ വ്ളോഗുകൾ വായിച്ചിട്ടുള്ളവരറിയാം ദീപുവിൻ്റെ ഒരു ലോകം. ആ ലോകം തീർച്ചയായിട്ടും ഇതിലുണ്ടാവും. വൺസ് അഗെയിൻ താങ്കിങ് ഡിസ്നി ഹോട്ട്സ്റ്റാർ, അനന്തേട്ടൻ, ദിലീപ് സാർ, കുട്ടി സാർ, E4 ആൻഡ് ദി ഹോൾ ക്രൂ ഇൻക്ലൂഡിങ് ഇപ്പം ക്യാമറാമാൻ നമ്മുടെ അനൂപ്, അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് തീർച്ചയായിട്ടും പഴയൊരു സത്യൻ സാറിൻ്റെയും അല്ലെങ്കിൽ അഞ്ജു സാറിൻ്റെയൊക്കെ സിനിമകൾ കാണുന്നൊരു ഫീലിലോട്ട് നമ്മൾ ഈ സിനിമ കൊണ്ടുപോയി. അപ്പോൾ തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിനും കണ്ണിനും നല്ലൊരു പ്ലസൻറ്റ് വാച്ച് ആയിരിക്കും. ജനുവരി 5 റിലീസ് ചെയ്യുകയാണ്. കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ശ്രീനിവാസൻ്റെ മൂതനുണ്ടി അസോസിയേറ്റിലെ ആ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? അതല്ല ഞാൻ കോപ്പി അടിച്ചത്. രോമാഞ്ചത്തിൽ അർജുൻ്റെ ഷോ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കേൾക്കുമ്പോൾ സൈക്കോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. പപ്പേട്ടൻ പറഞ്ഞപ്പം ഇങ്ങനെ ദീപുവിനെയും പ്രവീജൻ്റെ സിസ്റ്റർ അവിടെ ദീപുവിനെ വിളിച്ചു, കഥ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ആയിരുന്നു. സൈക്കോയുടെ പ്രവൃത്തികൾ ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഒറ്റ മുഖം ഓർമ്മ വരുന്നത് അർജുൻ ഷോ. അവനെ അങ്ങനെ എന്നെ കോപ്പിടിക്കാൻ നോക്കി. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.